കിഫ്ബി കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വലിയ മാറ്റമാണ് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിൽ 2414 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതിൽ 13 പദ്ധതികൾ പൂർത്തിയാക്കി. 13 പദ്ധതികളാണ്. അതിൽ 11 പദ്ധതികളും പൂർത്തീകരിച്ചു. 1912 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു. അതാണ് സ്ഥിതി. അതൊരു വലിയ മാറ്റം. അത് പവർ കട്ടില്ലാതെ കൊണ്ടുപോകാൻ ഒരു വലിയ പങ്ക് വഹിച്ചതാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനത് പറയുന്നത്. വെച്ചാൽ അതിന് മുമ്പ് എന്തായാലും 2 മണിക്കൂർ 3 മണിക്കൂർ പവർ കട്ട് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികൾക്ക് അറിയാത്തൊരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ കണക്ഷൻ ആദിവാസി ട്രൈബ്സിനൊന്നും 112 കോളനിയിൽ ലൈറ്റേ ഉണ്ടായിരുന്നില്ല. അവിടെ ഇനിയിപ്പോൾ 10 കോളനിയിലേ ഉള്ളൂ. അത് ഇലക്ട്രിസിറ്റി എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അവിടെ സോളാറും വിൻഡും വെക്കാനുള്ള തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. പരമാവധി എത്തിച്ചു. ഇനി എത്തിക്കാൻ പറ്റാത്തതിൽ സോളാറും വിൻഡും കൂടി വെച്ച് ഫോറസ്റ്റിൻ്റെ ഒരു അനുമതി കിട്ടണമല്ലോ, അതിൻ്റെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അത് കിട്ടിയാൽ അവിടെയും കൂടി കൊടുക്കും. എന്താ വെച്ചാൽ 76 കൊല്ലം കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇനി അവർക്ക് ലൈറ്റ് കണ്ടില്ല പറഞ്ഞാൽ നമുക്കൊരു ക്ഷീണമല്ലേ. അത് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മാറ്റി മണ്ഡലങ്ങളിലേക്ക് എന്നാൽ കിഫ്ബിയിൽ ഇപ്പോൾ കരിമണ്ണ് കുലുക്കപ്പാറ കള്ളിയാമ്പാതി റോഡ് 22 കോടി റുപ്യ നിർമ്മാണ ഉദ്ഘാടനം 20-ാം തീയതി നടത്താൻ പോവുകയാണ്. പുതുനഗരം കിണാശ്ശേരി റോഡ് കിഫ്ബിയിൽ എടുത്തിട്ടുണ്ട്. 8 കോടി റുപ്യ ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസിന് വെച്ചിട്ടുണ്ട്. ചിറ്റൂർ പുഴപ്പാലം വിളയോട് റോഡ് 49 കോടി നിർമ്മാണ ഉദ്ഘാടനം 20-ാം തീയതി നടത്തും. കമ്പിളിച്ചുങ്കം അത്തിക്കോട് പെരുമ്പ് 22 കോടി ടെൻഡർ ചെയ്തു. പാറ പൊള്ളാച്ചി റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ കൂട്ടുപാത ജംഗ്ഷൻ മുതൽ ഗോപാലപുരം വരെ 224 കോടി വരെയാണ് റുപ്യയാണ്. 9-10 കോടിയിലെ ചെലവിൽ നിലവിലുള്ള വീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സ്ഥലം കിട്ടണം, ഏറ്റെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഉള്ള സ്ഥലത്തിൽ റിപ്പയർ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഹിൽ ഹൈവേ 73-23 സർവേ നടത്തി വരുന്നുണ്ട്. അതിൽ ചെറിയ പ്രശ്നമുണ്ട്. ആളുകൾ ഫ്രീ സ്ഥലം വിട്ടു തരണം, എന്നാലേ റോഡ് സൈഡേ എന്നാലേ അത് നടത്തുള്ളൂ. അങ്ങനെ ഒരു ചെറിയ വിഷമമുണ്ട്. അല്ലെങ്കിൽ അത് പണമൊക്കെ റെഡി ആയിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റിൻ്റെ മറ്റ് ഫലങ്ങളുടെ ഭാഗത്തും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ ഫ്രീ വിട്ടു കൊടുക്കുകയാണ്. അത് കിട്ടിയാൽ നമുക്കത് നടത്തി വരാം. സ്കൂൾ കെട്ടിടങ്ങൾ, ഓരോ സ്കൂൾ കെട്ടിടവും വായിക്കണമെങ്കിൽ സമയം പിടിക്കും. വായിക്കാമല്ലേ? GBHSS ചിറ്റൂർ കെട്ടിട നിർമ്മാണം 5 കോടി, GVGHS ചിറ്റൂർ കെട്ടിട നിർമ്മാണം 3 കോടി, GHS കോഴിപ്പാറ കെട്ടിട നിർമ്മാണം 3 കോടി, GSMHS തത്തമംഗലം കെട്ടിട നിർമ്മാണം 3 കോടി, GHS പട്ടഞ്ചേരി കെട്ടിട നിർമ്മാണം 1 കോടി, GUPS നല്ലേപ്പള്ളി 1 കോടി, GUPS തത്തമംഗലം കെട്ടിട നിർമ്മാണം 1 കോടി, GUPS തത്തമംഗലം കെട്ടിട നിർമ്മാണം 1 കോടി, GHS നന്ദിയോട് കെട്ടിട നിർമ്മാണം 1 കോടി, GUPSS കൊഴിഞ്ഞാമ്പറ കെട്ടിടം 1 കോടി, ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് സ്പോർട്സ് കോംപ്ലക്സ് 5.45 കോടി, ചിറ്റൂർ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് 12 കോടി, ചിറ്റൂർ താലൂക്ക് ആശുപത്രി 70.51 കോടി, മൂലത്തര RBC എക്സ്റ്റൻഷൻ 262 കോടി, വടകരപ്പള്ളി റെഗുലേറ്റർ 29.5 കോടി, പെരുമാട്ടി പെറ്റഞ്ചേരി നെല്ലേപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതി 78.10 കോടി. അങ്ങനെ 894 കോടി റുപ്യ കിഫ്ബിയിൽ നിന്ന് നമുക്ക് അനുമതിയായിട്ടുണ്ട്. 894 കോടി രൂപയുടെ വികസനം ചിറ്റൂർ മണ്ഡലത്തിൽ മാത്രം. ചിറ്റൂർ മണ്ഡലത്തിൽ മാത്രം. ഇതിൻ്റെ പുറത്താണ് ബഡ്ജറ്റ് വർക്കും മറ്റു സ്കീമുകളിൽ കൂടെ കിട്ടിയതൊക്കെ. കിഫ്ബിയുടെ നമ്മളിപ്പോൾ പദ്ധതി പരിശോധിക്കുമ്പോൾ ഒരുപാട് സ്കൂളുകൾക്ക് വലിയ സംഭാവനകൾ ചെയ്യില്ല. അതിൽ പ്രത്യേകമായ ഒരു കാരണമുണ്ട്. എന്താ വെച്ചാൽ ഏറ്റവും 10ാം ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ 10ാം ക്ലാസ്സിൽ ഏറ്റവും താഴ്ന്ന റിസൾട്ടുള്ളത് 79.86 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്ര മാഷ് ഇവിടെ വന്ന് അദ്ദേഹം ഒരു മാഷാണ്. ഞാൻ മന്ത്രി എന്നല്ല, അദ്ദേഹം ഒരു രക്ഷിതാവിൻ്റെ മനസ്സിൽ നിന്നാണ് സംസാരിച്ചത്. അദ്ദേഹം
ഇവിടുത്തെ അധ്യാപകന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി വീക്കായിട്ടുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ച് വലിയൊരു മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകന്മാർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 99.86 റിസൾട്ട്. അത്രയും വലിയ മാറ്റം കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങി നിറയുന്ന സ്ഥലത്ത്, അച്ഛനമ്മയ്ക്ക് വിദ്യാഭ്യാസം കമ്മിയായിട്ടുള്ള സ്ഥലത്താണ് ഇത് നടത്തിയത്. അതിൽ വലിയ ആത്മാഭിമാനമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്നത്തെ കുട്ടികൾക്ക് വികസനം ഒരുക്കാൻ വേണ്ടി ഈ തുകയും നമുക്ക് ഉപയോഗിച്ചു. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് പ്ലാൻ ഫണ്ടുകളും ധാരാളമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സ്കൂളിൻ്റെയും എടുത്താൽ അത്ഭുതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പ്ലാൻ ഫണ്ടിൽ ഇവിടുത്തെ മൊത്തം വികസനം പറയാം. പൊതുവിദ്യാഭ്യാസത്തിന് 60 കോടി കൊടുത്തു, ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് 17 കോടി, ഉന്നത വിദ്യാഭ്യാസത്തിന് 60 കോടി, ആരോഗ്യത്തിന് 103.50 കോടി, ജലസേചനത്തിന് 953.41 കോടി, RBC രണ്ടാം ഘട്ടം 500 കോടി. കുരിയാർ കുറ്റിക്ക് കാരപ്പാറ പ്രോജക്റ്റ് കൊല്ലംകോടാണെങ്കിലും അത് ചിറ്റൂർക്കാണ് ആവശ്യം. ഞാനുണ്ടാകുമ്പോൾ, ഇറിഗേഷൻ ഉണ്ടാകുമ്പോൾ DPR ഉണ്ടാക്കാൻ കൊടുത്തപ്പോൾ DPR പൂർത്തിയായി. ഇനി ബാക്കി നടപടിക്രമങ്ങൾ ചെയ്യണം. ചെറുകിട ജലസേചനം 31.14 കോടി, പട്ടികജാതി വികസനം 8.50 കോടി, പട്ടികവർഗ വികസനം 16.16 കോടി, കാലവർഷക്കെടുതിയിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണം 5.56 കോടി, പൊതുമരാത്ത റോഡുകൾ 508.09 കോടി, മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി 11,40,00,000, ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം 7.60 മറ്റു ഫണ്ട് റോഡുകൾ 90,58,00,000, പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണം പ്രവൃത്തികൾ 54.63 കോടി, പെരുമാട്ടി മാർക്കറ്റ് 20 കോടി, മൂലത്തറ ഇക്കോ ടൂറിസം പാർക്ക് 7.49 കോടി, പെരുമാട്ടി ഇന്നവേഷൻ പാർക്ക് അതിൻ്റെ രണ്ടാം ഘട്ടം 1 കോടി കൂടി കൊടുത്തിട്ടുണ്ട്. ശോകനാശിനി പുഴയ്ക്ക് നടപ്പാതയും ആംഫി തിയേറ്റർ നിർമ്മാണവും അതിൻ്റെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് 3 കോടി റുപ്യ വച്ചിട്ടുണ്ട്. അതിൽ സ്ഥലം ഇറിഗേഷനും ഫോറസ്റ്റും എല്ലാം കൂടി ഒരു ചെറിയ തർക്കമുള്ളതുകൊണ്ടാണ് അത് സംസാരിച്ച് തീർക്കുന്നതാണ് വിശ്വാസം. എന്താ വെച്ചാൽ കാലത്ത് പുഴമ്പാലത്ത് തൊട്ട് ശോകനാശിനി പുഴ വരെ നടക്കാനുള്ളൊരു നടപ്പാത ഉണ്ടാക്കുകയാണ് കാലത്ത് നടക്കാനുള്ളവർക്ക്. ജിംനേഷ്യം 1.20 കോടി, കളിസ്ഥലം സ്റ്റേഡിയം 8 കോടി, KSEB 117 കോടി KSEBക്ക് മാത്രം. അങ്കനജ്യോതി 2.14. അങ്കനജ്യോതി പറഞ്ഞാൽ ഇഞ്ചക്ഷൻ കുക്കറും അടുപ്പും പാത്രങ്ങളാണ്. അത് കേരളത്തിൽ തന്നെ എല്ലാ അംഗനവാടിയിലും എത്തിച്ചത് ഇവിടെയാണ്. ഹൈ മാസ്റ്റ് ലൈറ്റ്, മിനി മാസ്റ്റ് ലൈറ്റ് 2 കോടി, ആംബുലൻസ് 50 ലക്ഷം, സ്കൂൾ ബസ് 1 കോടി, ടോട്ടൽ 3035 കോടി. അതിൽ കുരിയാർ കുറ്റിയുടെ 3 കോടി കിഴിക്കണം. എന്താ വെച്ചാൽ അത് DPR ആയിട്ടേ ഉള്ളൂ. ഇനി അനുമതി കിട്ടണമല്ലോ. AS കിട്ടിയതൊക്കെയാണ് ഞാനത് ഈ പറഞ്ഞത്. 3000 കോടിയിലധികം രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്തു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴും പല ആളുകളും പറയുന്നത് ചിറ്റൂരിലെ വികസനം അത് പ്രത്യക്ഷത്തിലില്ല എന്ന് പറയുമ്പോൾ, ഈ നമ്മളിപ്പോൾ കുടിവെള്ളമൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ഭൂമിയുടെ അടിയിലൂടെ ആയതുകൊണ്ടാണ് വികസനം കാണുന്നത്. അത് മാത്രമല്ല, കുടിവെള്ളം പണ്ട് ലോറിയിൽ വെച്ചിരുന്നതാണ്. അന്ന് തർക്കം പറഞ്ഞത് ഞാൻ തമിഴ്നാട്ടിനോട് എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്ന് അവരുടെ അടുത്ത് നമ്മൾ കണക്ക് പറഞ്ഞ് വെള്ളം മേടിച്ചു. ഓരോ വീട്ടിലും കുടിവെള്ളം ലോറിയിലുള്ള കുടിവെള്ളവും കുടങ്ങളും ഇങ്ങനെ വെച്ചുകൊണ്ട് ജോലിക്ക് നഷ്ടപ്പെട്ടിരുന്ന സ്ഥലമാണ്. അവിടെ അതിങ്ങനെ ബോർഡ് എഴുതി വയ്ക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളത് നോക്കിയാൽ മതി, അന്വേഷിച്ചാൽ മതി. കിഫ്ബി വഴിക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ വാട്ടർ ടാങ്കും ആക്കി. അപ്പോൾ നമുക്ക് 24 മണിക്കൂറും വെള്ളം കിട്ടുന്ന സംവിധാനമാക്കി. ഇനി കുറച്ച് സ്ഥലങ്ങൾ പുതുതായി വീട് വന്നത് അത് കുറച്ച് കിട്ടും. അതിനുള്ള ഫണ്ടും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണക്ഷൻ കൂട്ടി. ഇപ്പോൾ പുതിയ വീട് വരുന്നുണ്ടല്ലോ, അവിടെ കണക്ഷൻ കൊടുത്തിട്ടില്ല. അതിനുവേണ്ടി എക്സ്റ്റൻഷന് വേണ്ടിയുള്ള പൈസയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. കനാൽ നിങ്ങളറിയാലോ, ഇപ്പോൾ അല്ലെങ്കിൽ മകരക്കൊയ്ത്ത് വന്നാൽ ഇവിടെ ബഹളമാണ്, വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലല്ലോ. പറമ്പക്കുളം വെള്ളം നമ്മൾ മേടിച്ചു. മൂലത്തറ ഡാം പൊട്ടിക്കിടന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വന്ന ശേഷമാണ് അത് തുടങ്ങിയത്, അത് പൂർത്തീകരിച്ചതും.
അങ്ങനെയൊക്കെ ഇറിഗേഷൻ ത്തിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കനാലിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ച് കനാൽ ഈ അതൊക്കെ നേരെയാക്കാൻ 12 കോടി ഇപ്പോൾ നബാർഡിൽ വെച്ചിട്ടുണ്ട്. ചിറ്റൂർ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പാവപ്പെട്ട ആളുകളാണ്. ആ പാവപ്പെട്ട ഇവിടെ നിന്നല്ലയോ പൊള്ളാച്ചി പോകും, അല്ലെങ്കിൽ തൃശ്ശൂരോ പാലക്കാട് പോകുമ്പോൾ അവരുടെ കുടുംബം തകരുകയാണ്. ചികിത്സാ ചെലവ് അതില്ലാതെയാക്കണം എന്നായിരുന്നു മനസ്സിൽ. അതുകൊണ്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഇത്രയും വലിയൊരു സംഖ്യ ചെലവ് ചെയ്തതും അതിന് ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്തു. ഇനി കുറച്ച് ജീവനക്കാർ ആവശ്യമുണ്ട്, അത് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാനുള്ള പ്രപ്പോസലൊക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 7 ഇതരം രോഗങ്ങൾക്കുള്ള ചികിത്സ ഇവിടെ തന്നെ കിട്ടും. ഇതാണ് എനിക്കുള്ളത് പറയാനുള്ളത്. അതെ, ചിറ്റൂർ കോളേജിൽ 70 കോടി ഉറുപ്പ്യ വെച്ചിട്ടുണ്ട്. കോളേജ് തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ 4ാമത്തെ റാങ്കിൽ നിൽക്കുകയാണ്. പണ്ട് എത്രയോ താഴെയായിരുന്നു, അത് മാറി. അങ്ങനെ അത് നമ്മൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊരു വലിയ വിജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ മേഖലയിലും ഒരു വികസനം കൊണ്ടുവരാൻ സാധിച്ചു ഈ കിഫ്ബി എല്ലാം ഉപയോഗിച്ച്. അത് തീർച്ചയായിട്ടും കിഫ്ബി ഒരു വലിയ ഘടകമായിരുന്നു. അതിനെല്ലാം എന്ന് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ വികസന പ്രവർത്തനം നടത്താൻ പ്രയാസപ്പെടുമായിരുന്നു. വകുപ്പിലും അത് വലിയൊരു ഉപയോഗവും ഗുണമായല്ലേ? വകുപ്പ് ഞാൻ പറഞ്ഞല്ലേ, 117 കോടി ചിറ്റൂർ തന്നെ നടത്തി. 2414 കോടി വകുപ്പ് തന്നെ ഉപയോഗിച്ചു. ഇനി അതീമീതി എങ്ങനെ ഉപയോഗിക്കുക?